ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ കാണിക്കുന്നത് ഒരു അടിപൊളി ഡിന്നർ റെസിപ്പിയാണ്. തുർക്കിഷ് ബ്രെഡും ചിക്കൻ കാഫ്രിയാലുമാണ് ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും നല്ല കിഡിലൻ കോമ്പിനേഷനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാണ്ട് ഒരു വീഡിയോയിൽ തന്നെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. 1.5 ടീസ്പൂൺ കുരുമുളക്, കഴിയുന്നത് നിങ്ങൾ പൊടിക്കാത്ത കുരുമുളക് ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ ജീരകം, 6 പീസ് ഗ്രാമ്പൂ, കറുവപ്പട്ട, 1.5 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട പൊട്ടിച്ചെടുത്തതാണ്, 10 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഞാനിവിടെ 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം എരിവാണ് ഇതിന്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇത് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. 2 കപ്പ് മല്ലിച്ചപ്പ്. ഇതിൻ്റെ തണ്ട് കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട്. നന്നായി തടിച്ച തണ്ടല്ല, എന്നാലും കുറച്ചൊരു നേരിയ തണ്ടോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്ത് നല്ല പേസ്റ്റാക്കി എടുക്കണം. ഞാനിവിടെ ഒരു 800 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ പീസസ് ആണ്, അത്ര ചെറുതല്ല, എന്നാലും ഒരു മീഡിയം പീസ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ പീസാക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള കട്ടുകൾ ഇട്ട് കൊടുക്കാം, മസാല പുരട്ടുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ ചിക്കനിൽ നല്ല മസാലയൊക്കെ നന്നായി പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ലെമൺ ജ്യൂസാണ്. ഞാനിവിടെ 2 ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്, 2 ഫുൾ ലെമണിൻ്റെ ജ്യൂസ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മസാലക്കൂട്ട് അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഈ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ മസാലക്കൂട്ട് അരച്ചെടുത്ത മിക്സിയാണിത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ബാക്കിയുള്ള മസാലക്കൂട്ട് ഞാനിവിടെ എടുത്ത് വെക്കുന്നുണ്ട്. അത് എന്തായാലും എടുത്ത് വെക്കണം, ലാസ്റ്റ് അത് വേണ്ടി വരും. അടുത്തത് തുർക്കിഷ് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ ചൂടുള്ള പാലാണ്. അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് 1 കപ്പ്, അതും ചെറിയ ചൂടുള്ളത് തന്നെയാണ്. ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള ഈസ്റ്റ് ചെറിയ തരിയായിട്ടുള്ള ഡ്രൈ ഈസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ വലിയ തരികളുള്ള ഈസ്റ്റാണ് ഉള്ളതെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം എടുക്കേണ്ടി വരും. ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് ഒലിവ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിലാണെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 5 കപ്പ് മൈദ. ഇത് നന്നായി ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചായി ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കാം.
ഇത് ഏകദേശം ഒരു കുബൂസ് ഉണ്ടാക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മാറ്റമുള്ളത് നമ്മൾ കുഴച്ച് കൊടുക്കുമ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുബൂസിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നില്ല. കുബൂസിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഐക്കാർഡിലോ കൊടുക്കാം. ഇപ്പം നല്ലൊരു സോഫ്റ്റ് ഡോ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലയിൽ ഒലിവ് ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ. ഇതിന് 1 മണിക്കൂർ വെക്കണം. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഡബിൾ സൈസിലേക്ക് നന്നായി പൊങ്ങി വരും. ഇനി ചിക്കൻ കാഫ്രിയൽ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല അടിക്കട്ടിയുള്ള പാൻ തന്നെ വെച്ച് കൊടുക്കണം. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഈ കൂട്ട് അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു ബേ ലീഫ് കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതിപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാണ്ടിരുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെന്തായാലും ചേർത്ത് കൊടുക്കണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. കൂടുതൽ മല്ലിച്ചപ്പ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം ഇതിൽ മല്ലിച്ചപ്പിൻ്റെ നല്ലൊരു കുത്തലുണ്ടാവുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല, നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. മല്ലിച്ചപ്പിൻ്റെ ഒരു കുത്തൽ അനുഭവപ്പെടുകയേ ചെയ്യില്ല. തുർക്കിഷ് ബ്രെഡിന് ചിക്കൻ കറാഹിയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന കടായി ചിക്കൻ്റെ റെസിപ്പി അല്ല അത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുമാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണത്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേ പാത്രത്തിൽ തന്നെ നമുക്കൊന്ന് പൊട്ടാറ്റോയും ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് നീളത്തിലാക്കിയിട്ട് ഞാൻ പൊട്ടാറ്റോ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കുക്കാവുമ്പോഴത്തേക്ക് തന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇത് വേറെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ ഞങ്ങളിവിടെ ഇങ്ങനെയാണ് ചെയ്യൽ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ്റെയും മാരിനേറ്റ് ചെയ്ത മസാലയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവറും കിട്ടും. അതുകൊണ്ട് തന്നെ ഈ പൊട്ടാറ്റോ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കെല്ലാം ഈ പൊട്ടാറ്റോ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ പൊട്ടാറ്റോ നന്നായി കുക്കാവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് അടച്ചു വെച്ചാലും തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സാധാരണ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കൽ. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് ടൈമില്ലാത്തത് കൊണ്ട് ഞാനിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടും ചെയ്യുന്നുണ്ട്. പൊട്ടാറ്റോ ഇപ്പോൾ നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ നല്ലോണം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതേ ഓയിലിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച മസാല ഒക്കെ മിക്സ് ചെയ്ത വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി കുക്ക് ചെയ്യണം. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ആ വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ക്യാമറയിൽ കാണുന്ന കളറല്ല ശരിക്കും, എന്താ അങ്ങനെ കാണുന്നതെന്ന് അറിയില്ല, കുറച്ചുകൂടെ മാറ്റമുണ്ട് കളറിന്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടാറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം വറ്റുന്നതിന് മുന്നേ പൊട്ടാറ്റോ ചേർക്കരുത്. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടാറ്റോ കുറച്ച് നന്നായി അടിഞ്ഞ പോലെ ആയിപ്പോവും.
അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇത് സാധാ ഒരു കറി ടൈപ്പും അല്ല, എന്നാൽ ഒരു ഡ്രൈ ഫ്രൈ ടൈപ്പും അല്ല. ഇത് തുർക്കിഷ് ബ്രെഡ്, നാൻ, കുബൂസ് ഇതിനൊക്കെ പറ്റിയ ഒരു കോമ്പിനേഷനാണിത്. ഇനി ഇതൊന്ന് 2 മിനിറ്റ് അടച്ച് വെക്കണം. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തുർക്കിഷ് ബ്രെഡ് ഉണ്ടാക്കാം. ഞാനിങ്ങനെയാണ് ഇവിടെ കവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു ടവൽ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് അടപ്പ് വെച്ചിട്ടുള്ളത്. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇത് ഫുള്ളായി ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഓരോരോ ബൗൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഞാനിതിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു കറക്റ്റ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ബൗൾ പരത്തിയെടുത്താൽ തന്നെ മുതിർന്ന ഒരാൾക്ക് 1 ബ്രെഡ് മതിയാവും. കുട്ടികൾക്ക് ഇത്രയും ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ചില ബൗൾസൊക്കെ അതിനെ പിന്നെയും പകുതിയാക്കി എടുക്കുന്നുണ്ട്. ടോട്ടലായിട്ട് ഞാൻ 12 തുർക്കിഷ് ബ്രെഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നന്നായി മൈദപ്പൊടി വിതറി കൊടുത്തിട്ടാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇത് പരത്തുമ്പോൾ നന്നായി നൈസായി പരത്തിയെടുക്കരുത്. കുറച്ച് കുബൂസിനേക്കാളും കുറച്ചുകൂടെ തിക്കായിട്ടാണ് ഇത് വേണ്ടത്. ഇത് പരത്തിയെടുക്കുമ്പോൾ അതിൽ നന്നായി പ്രഷർ കൊടുക്കാതെ മെല്ലെ മെല്ലെ പരത്തിയെടുക്കണം. ഇത് പരത്തുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ തവ ലോ ഫ്ലെയിമിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ മേലയിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലയിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് അങ്ങനെ എന്ത് വേണമെങ്കിലും വിതറി കൊടുക്കാം. മല്ലിച്ചപ്പോ ചില്ലി ഫ്ലേക്സോ ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ കുറച്ച് ഒറിഗാനോ ആയാലും മതി. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നതുവരേക്കും ബൈ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഇത് ലൈക്ക് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.